ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്ന് മുറുക്കാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മുറുക്കാണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ കുതിർത്തതാണ്. 200 ഗ്രാം വരും. പിന്നെ ഒരു 3/4 ഗ്ലാസോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീരകം വേണം. ജീരകം 1 ടീസ്പൂൺ, എള്ള് വേണം 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് വറുത്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അധികം ഒന്ന് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. കണ്ടില്ലേ, ഇതിൻ്റെ നിറമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എള്ളും ജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിന് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സേവനാഴിയിലും കയ്യിലും കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ മാവിനി ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ നേരത്തെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മുറുക്കാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. ഇത് മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് 2 സൈഡും നന്നായി മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉഴുന്നുമുറുക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.